അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ആസ് എ ന്യൂ പ്രിൻസിപ്പൾ എന്ന രീതിയിൽ എനിക്ക് സ്കൂളിൽ കുറച്ച് റൂൾസും പുതിയ പുതിയ റെഗുലേഷൻസും കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാനത് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, സാധാരണ പ്രിൻസിപ്പൾ സാരിയൊക്കെയാണ് ഉടുക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൾ ഈ വേഷത്തിൽ വന്നത്? എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് സാരി ഉടുത്ത് അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി സാരി ഉടുത്ത് വരാനൊന്നും എനിക്ക് വയ്യ. അപ്പം എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള വേഷത്തിലായിരിക്കാം ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഗേൾസിന് ഇവിടെ ഡ്രസ്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണം ധരിക്കാം. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ജീൻസ് ഇടാം, ടോപ്പ് ഇടാം, സ്ലീവ്ലെസ് ഇടാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാം അതിൻ്റെതായ മുറയ്ക്ക് തന്നെ നടക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, സാധാരണ ബോയ്സിൻ്റെ അടുത്ത് മിണ്ടരുത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ വർഷം മുതൽ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പഠിക്കുക. അത് ഒരു സർവേ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ക്ലബ്ബ് തന്നെ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ക്ലബ് അസോസിയേഷൻ എന്നാണ് ക്ലബിൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിനും അതേപോലെ തന്നെ ഇനി പുതിയ യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ആ ക്ലബിൽ ചേരാം. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്. ടീച്ചേഴ്സ് ഇവിടെ വേർതിരിവ് പാടില്ല. എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് പഠിക്കുന്ന കുട്ടി, പഠിക്കാത്ത കുട്ടി, അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് നേരം എടുത്ത് വന്നിരുന്നിട്ട് നീ പഠിക്കും, നീ നമ്മളെ കണ്ടുപടി, ഇവിടെ കണ്ടുപടി, ലാസ്റ്റ് എക്സാമിന് അവർക്ക് മാർക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഇപ്പോഴും ഗേൾസിൻ്റെ അടുത്ത് പറയുന്ന ഒരു ടോക്കുണ്ട്, ഗേൾസ് ഒരുങ്ങി വരാൻ പാടില്ല, ഗേൾസ് ഒരുങ്ങി വരുന്നത് ബോയ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. അങ്ങനത്തെ ഡയലോഗൊന്നും ഇനി മുതൽ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഇനി മുതൽ മേക്കപ്പെട്ട് വരരുത്. കേട്ടല്ലോ, ടീച്ചേഴ്സിന് ഇഷ്ടം പോലെ ഇവിടെ ഷോ കാണിച്ച് വരാൻ പറ്റില്ല. ടീച്ചേഴ്സിന് ഒരു റൂളുണ്ട്. ആ റൂളിനനുസരിച്ച് ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂണിഫോമിൽ മാത്രം വരിക. ചുമ്മാ സ്റ്റുഡൻസിന് മണ്ടയിൽ കയറാൻ വരരുത്. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. പിന്നെ മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, PTA പീരീഡ് എന്ന് പറയുന്ന പീരീഡ് PTA പീരീഡിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എവിടെയൊക്കെ PTA പീരീഡ് ഉണ്ടോ ആ പീരീഡിലെല്ലാം മാത്സ് ടീച്ചർ കയറി മാത്സ് ക്ലാസ് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനി മുതൽ പറ്റില്ല. ടീച്ചറിന് പോഷൻ തീർന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ പിടിപ്പുകേടാണ്. പിന്നെ എന്തിനാണ് ടീച്ചർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ സ്കൂളിൽ ഇവിടെ പഠിക്കാൻ വരുന്നത്? കറക്റ്റ് സമയത്ത് പോഷൻ തീർക്കേണ്ടത് ടീച്ചറിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ PTA പീരീഡ് അവരെ ഇരുത്തി പഠിപ്പിച്ചിട്ട് അവരുടെ മണ്ടയിലല്ല സ്ട്രെസ് തീർക്കേണ്ടത്. അങ്ങനെ ടീച്ചറിന് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടീച്ചറിന് മുതൽ സ്കൂളിൽ വരണം. പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയോ വൾവരയുടെ സ്റ്റുഡിയോ ഒന്നുമല്ല. നേരെ വെളുത്ത് വന്നിരുന്നിട്ട് ഇവിടെ സീരിയലിന്റെ കഥയും സിനിമ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് സ്റ്റാഫ് റൂമിൽ. അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്ത്, അതല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നോണം. പഠിപ്പിക്കാൻ വന്നാൽ കൊള്ളാം, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ട് പോയിക്കണം. അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ഈ പറയുന്നതൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ടീച്ചേഴ്സ് ഈ മുതൽ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ജോലി, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായത്? അപ്പോൾ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഗോ ടു ക്ലാസ്സസ്.